ലാസ്റ്റത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു നിർത്തി ഈസ്റ്റ് ഡാമിൽ കണ്ട കാഴ്ചകളെ പറ്റിയാണ്. അടുത്ത നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ. ഫ്രണ്ടിൽ തന്നെ അവരുടെ മെയിൻ ഡിഷസിൻ്റെ ഒരു മെനു ഉണ്ട്. കയറി ചെന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ആളുകൾ വരാൻ തുടങ്ങി. വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം തന്നെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന സ്റ്റാഫ് ഉണ്ട് അവിടെ. ഫ്രണ്ടിൽ തന്നെ ഉപ്പിലിട്ട മാങ്ങയും അതിൻ്റെ തൊട്ടടുത്തായിട്ട് കൂൾ ആൻഡ് ഹോട്ട് ഡ്രിങ്ക്സും എല്ലാം ഉണ്ട്. പിന്നെ കുറേ ആഗ്രഹിച്ചിട്ടും ഇതുവരെ കഴിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് ബോളിയും പായസവും. അതും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ മെനു കിട്ടി. കണ്ടാൽ കണ്ണ് തള്ളുന്ന അത്രയും ഉണ്ടായിരുന്നു അവരുടെ ഐറ്റംസ്. മെനുവിലെ ഐറ്റംസ് എല്ലാം വായിച്ച് പഠിച്ച് ഓർഡർ കൊടുത്തു. പാരഗൺ ബിരിയാണി ഫാൻസായി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സെയിം ബിരിയാണിയാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് പാരഗണ്ട് ബിരിയാണിയാണെന്ന് തോന്നുന്നു. എല്ലാം കഴിച്ച് ഇറങ്ങാൻ നേരത്താണ് അവർ പറഞ്ഞത് മുമ്പ് എപ്പോഴോ പാരഗണിൽ വർക്ക് ചെയ്തൊരു ഷെഫുണ്ട് അവിടെയെന്ന്. ഇതിൽ കൂടുതൽ ഈ ബിരിയാണിയെ കുറിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ് റൈസ്. ബിരിയാണിയിൽ ലയിച്ചു പോയ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ പാവം ബീഫ് ഫ്രൈ ഉണ്ടെന്ന് ഓർത്തു പോലുമില്ല. അങ്ങനെ അതെല്ലാം അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു പൊതിച്ചോറ് കൂടെ ഓർഡർ ചെയ്തായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു പൊതിയായിരുന്നത്. ചോറ്, കപ്പ, മീൻ, ബീഫ്, ചിക്കൻ, തോരൻ, അവിയൽ, ഇതെല്ലാത്തിൻ്റെ കൂടെ ഒരു ഓംലെറ്റും. ഐറ്റംസ് കുറേ ഉള്ളത് കാരണം കഴിച്ചിട്ടും തീരുന്നില്ലായിരുന്നു. എല്ലാം കൂടെ കഴിച്ച് വയറങ്ങ് നിറഞ്ഞു. പിന്നെ ബോളി കഴിക്കണം എന്ന ആഗ്രഹം ബാക്കിയല്ലേ. ഒന്നും നോക്കിയില്ല, പാഴ്സൽ ചെയ്തു. വീട്ടിൽ കൊണ്ടുപോയി ചൂടാക്കി കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പോരാൻ നേരത്തൊരു സ്പെഷ്യൽ സംഭവം വാങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. ബൈ ബൈ.